വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് കേസ് സ്റ്റഡീസും കേസ് പ്രസൻറ്റേഷൻസും ഒക്കെ എഴുതുന്നവരാണ് അല്ലേ. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് കെയർ പ്ലാനിലാണ്. അപ്പം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം എന്താണോ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതിയത് അത് തന്നെയായിരിക്കും നമ്മൾ റിപ്പീറ്റഡായിട്ട് ഈ വർഷവും എഴുതിയത്. അങ്ങനെ ഈ കേസ് സ്റ്റഡിയും കേസ് പ്രസൻറ്റേഷനും കെയർ പ്ലാനും നമുക്ക് സെപ്പറേറ്റ് കെയർ പ്ലാനൊക്കെ ഉണ്ടല്ലോ. കെയർ പ്ലാനും എഴുതി ഒരു പകുതി മുക്കാലെത്തിയപ്പോഴാണ് നന്ദ പുതിയ നേഴ്സിംഗ് ഡയഗ്നോസിസ് കൊണ്ടുവന്നത്. ആ നേഴ്സിംഗ് ഡയഗ്നോസിസ് കൊണ്ടുവന്ന സമയത്ത് പഴയ എല്ലാ നമ്മൾ മാറ്റിയിട്ട് പുതിയത് പഠിച്ചേ തീരുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ചുരുക്കത്തിൽ കുറച്ചധികം പേജുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം ബാക്കി ഡിസീസ് ആസ്പെക്റ്റൊക്കെ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ വ്യത്യാസമില്ല. പക്ഷെ നന്ദയുടെ പുതിയ നേഴ്സിംഗ് ഡയഗ്നോസിസ് പ്രകാരം ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ എറ്റിയോളജിയിൽ റിസ്ക് ഫാക്ടേഴ്സിലൊക്കെ പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ്, ഇനി പുതിയ നേഴ്സിംഗ് ഡയഗ്നോസിസും പഴയതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരോ കെയർ പ്ലാനും കേസ് സ്റ്റഡീസും വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ എഴുതുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പം നമ്മൾ ഒരു ഫിസിക്കൽ മൊബിലിറ്റിക്കൊരു കെയർ പ്ലാൻ എഴുതുന്ന സമയത്ത് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മുടെ എന്താണോ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത നേഴ്സിംഗ് ഡയഗ്നോസിസ് അതിനനുസരിച്ചുള്ളത് തന്നെയാണോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എന്താണോ പ്ലാൻ ഓഫ് ആക്ഷൻ എഴുതിയത് ആ പ്ലാൻ ഓഫ് ആക്ഷന് വേണ്ടിയുള്ള റേഷണലായിരിക്കണം. ഇപ്പം ടു ഇൻക്രീസ് ടെമ്പറേച്ചറിലുപരി എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇവിടെ തന്നെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊതുവെ എപ്പോഴും എഴുതുന്ന കാര്യമാണ് പ്ലാൻ ഓഫ് ആക്ഷൻ അസസ് ദ വൈറ്റൽ സൈൻസ് എന്ന്. ശരിക്കും അസസ് ദ വൈറ്റൽ സൈൻസിലുപരി റീഅസസ് ദ വൈറ്റൽ സൈൻസ് ആണ്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ പടം വരയ്ക്കും. ഇപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് മാത്രം എഴുതിയാൽ പോരാ, പെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, പെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ പടം വരച്ച് ഫേഷ്യൽ എക്സ്പ്രഷനും കൂടി നമ്മൾ വരച്ച് വേണം പോകാനായിട്ടുള്ളത്. പിന്നെ മരുന്ന് എഴുതുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ആണെങ്കിലും നമ്മൾ വെറുതെ ഇവിടെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോറി, ഇപ്പോഴത്തേക്ക് ഞാൻ റെഡ് ഇങ്ക് എടുത്തില്ല, എങ്കിലും ഞാൻ ഒരു ബ്ലൂ ഇങ്ക് വെച്ച് പറഞ്ഞുതരാം. ഇപ്പം അപ്പിട്രോ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ആണ്, പക്ഷേ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് എന്നേ എഴുതാവുള്ളൂ. ഇപ്പം തന്നെ ഇവിടെ കോർട്ടിക്കോസ്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പക്ഷേ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് നമുക്ക് എഴുതാം. ഇനിയിപ്പം ഫോൾ വൈറ്റ് അതൊരു സപ്ലിമെൻറ്റാണ്. എന്ത് സപ്ലിമെൻറ്റ്? വൈറ്റമിൻ സപ്ലിമെൻറ്റ്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതണം. അപ്പം ഹൈപ്പോഗ്ലൈസമിക് കറക്റ്റാണ്, പക്ഷേ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് എന്ന് വേണം നമ്മൾ എഴുതാൻ. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കറക്റ്റാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി കറക്റ്റാണ്. ബെറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എഴുതുന്നതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് പറയുന്നത്. പിന്നെ ഒരുപാട് കെയർ പ്ലാനിൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ കെയർ പ്ലാൻ എഴുതുന്ന സമയത്ത് ഒരു ഓർഡറുണ്ട്. അപ്പം ആദ്യം നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ അസസ് ചെയ്യാനുള്ളതാണ്, വൈറ്റൽ സയൻസ് എഴുതാനുള്ളതാണ്. ഈ വൈറ്റൽ സയൻസ് നമ്മൾ താഴെ കൊണ്ട് എഴുതിയാൽ ഒരു കാര്യമേ ഇല്ല. അപ്പം ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇപ്പം 1, 2, 3, 4, 5 അങ്ങനെ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ ഓരോ കെയർ പ്ലാനായിട്ട് ഓരോ കേസ് സ്റ്റഡി ആയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ആ വീഡിയോ ഒന്ന് പോയി കാണുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും വേണം. ഓക്കെ, thank you.